കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പം കൊണ്ടുപോയത് സെക്രട്ടറി ജയശ്രീയുടെ ഉത്തരവിനെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം തിരുത്തി സ്വർണ്ണപ്പാളികൾ പോറ്റിക്ക് കൈമാറാൻ ജയശ്രീയുടെ ഉത്തരവ് നിർണായക രേഖകൾ പുറത്തുവിട്ട് കൈരളി ന്യൂസ്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത്. എസ് ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവാണ് ഇന്ന് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ശബരിമലയിൽ 2019 ദേവസ്വം ബോർഡ് എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം ദേവസ്വം ബോർഡ് സെക്രട്ടറി തിരുത്തി എന്നുള്ളതാണ്. അതേ തുടർന്നാണ് ഈ വലിയ ഒരു തട്ടിപ്പിന് കളമൊരുങ്ങിയത് എന്നുള്ള കാര്യമാണ്. അതിൻ്റെ തെളിവുകളാണ് ഇന്നിപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. അതായത് 2019 ജൂലൈ 10-ാം തീയതിയാണ് ബോർഡ് യോഗം ചേരുന്നത്. തിരുവിതാംകൂർ ബോർഡ് യോഗം ചേരുകയും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അത് നവീകരണത്തിന് വേണ്ടി സ്പോൺസർ കൂടിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നവീകരണത്തിനുള്ള ഉത്തരവാദിത്വം നൽകുന്നു. അതോടൊപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണർ അതിൻ്റെ മേൽനോട്ടം നിർവഹിക്കണം എന്ന് നിഷ്കർഷിക്കുന്നു. ഇതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. പക്ഷേ അന്നേ ദിവസം തന്നെ ബോർഡിൻ്റെ തീരുമാനങ്ങൾ ഉത്തരവായി പുറത്തിറങ്ങിയപ്പോൾ പക്ഷേ ബോർഡിൻ്റെ തീരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഉള്ളൊരു ഉത്തരവാണ് പുറത്തിറങ്ങിയത് എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിച്ചിരിക്കുന്നത്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഇറക്കിയ ഉത്തരവിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ളൊരു കൈവശം നൽകുന്നു എന്നുള്ള കാര്യം കൂടി ആ ഉത്തരവിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ്. അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. കാരണം ബോർഡ് യോഗത്തിൽ ബോർഡിന്റെ തീരുമാനത്തിന് ഘടകവിരുദ്ധമായ രീതിയിൽ ഉത്തരവിറങ്ങുമ്പോൾ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതേ തുടർന്നാണ് ഈ ബോർഡ് യോഗം 10-ാം തീയതിയാണ് ചേരുന്നതെങ്കിൽ അതിനുശേഷം അതേ മാസം 19, 20 തീയതികളിലായിട്ടാണ് ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ശബരിമലയിൽ നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിലേക്ക് വഴിവെച്ചത് ഈ ഒരു ഉത്തരവാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ഈ രണ്ട് ഉത്തരവുകളും, ഒന്ന് ബോർഡിന്റെ തീരുമാനം, മറ്റൊന്ന് ജയശ്രീ സെക്രട്ടറി ഇറക്കിയ ഉത്തരവ്, ഇത് രണ്ടുമാണ് ഇന്നിപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ തെളിവുകൾ തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ അന്തിമ റിപ്പോർട്ടിൽ കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ട്. ഇതൊരു പ്രധാന രേഖയായി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് FIR ഇട്ടപ്പോൾ അതിൽ ജയശ്രീ പ്രതിസ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ള കാര്യം കൂടിയാണ്. ഏതായാലും ഏറ്റവും നിർണായകമായ നീക്കം നടന്നത്, ആദ്യഘട്ടത്തിൽ നടന്നത് ജയശ്രീയുടെ ഭാഗത്ത് നിന്നാണ് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ കൂടിയാണ് ഈ രേഖകൾ. എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.